ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ആശ്വാസം നൽകുന്ന ഒരു വിധി. ഇനി മുതൽ സമാധാനമായിട്ട് ടിൻറ്റിങ് എന്നോ സൺ ഫിലിം എന്നോ ഇട്ടിരുന്നോ എന്തോ വേണേൽ പറയാം. ഇനി നമ്മുടെ വണ്ടികളിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കപ്പോഴും ഒരു സംശയം ബാക്കിയുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഈ 10-ാം തീയതി വന്ന വിധിയിൽ അതൊരു വലിയ ആശ്വാസമായിരിക്കും. നമ്മളൊക്കെ ഇത്രയും നാളും ഉള്ള വെയിൽ മുഴുവൻ കൊണ്ട് വണ്ടിക്കകത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു സൺ ഫിലിം ഒട്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ദ്രോഹങ്ങളായിരുന്നു നമ്മളോട് ഈ ഓരോ ഓഫീസേഴ്സും ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ അതൊരു ഒഫീഷ്യൽ മിസ്റ്റേക്കാണ്. അതങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഫൈൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് വലിച്ചു പറിക്കുക, നമ്മളൊരു വണ്ടി എന്ന് പറയുമ്പോൾ അത് തേനേ പൊന്നെ എന്നും പറഞ്ഞായിരിക്കുമല്ലോ കൊണ്ടു നടക്കുന്നത്. അതേ പിടിച്ച് വലിച്ച് പാതി പറിച്ചിടുക, എന്തൊക്കെ ദ്രോഹങ്ങളായിരുന്നു. ഇത് പണ്ടും സുപ്രീം കോടതി ഈ വിധി ഉണ്ടാക്കിയിട്ടുള്ളത് മെയിനായിട്ടും അർബൻ ഏരിയസ്, ഡൽഹി പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവിടെ തട്ടിക്കൊണ്ട് പോക്കും പല രീതിയിലുള്ള തോന്നിവാസങ്ങളും നടക്കുന്നത് കൊണ്ട് അതിനു വേണ്ടിയിട്ടായിരുന്നു അവർ മെയിനായിട്ട് ഈ വിധി ഉണ്ടാക്കിയത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുള്ള ഗ്രാമങ്ങളിലാണ് കൂടുതലായിട്ടും, കേരളം പോലുള്ള അവിടുത്തെ ഗ്രാമങ്ങളിലാണ് കൂടുതലായിട്ടും ഇവരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളിടത്തൊന്നും ഇത്രയും പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി ഒരു സ്റ്റേറ്റിലും. നമ്മുടെ നാട്ടിൽ ആണ് ഈ പരിപാടി മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് അവരുടെ റീസൺ അവർ പുതിയൊരു വ്യാഖ്യാനം, ഇൻ്റർപ്രിട്ടേഷൻ തന്നെ ഉണ്ടാക്കി. എന്താണ്, ചില്ല് പൊട്ടി വീഴത്തില്ലെന്ന് റീസണാണ് ഫിലിം ഒട്ടിച്ചു കഴിഞ്ഞാൽ. ഏതായാലും നമുക്ക് ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതൊന്ന് ശ്രദ്ധിക്കാം. ഈ ജഡ്ജ്മെൻറ്റും ഈ വാർത്തയും കൈ സേവ് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. കാരണം ഇനി അടുത്ത വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞുകൊണ്ടായിരിക്കും അവർ ഫൈൻ അടിക്കാൻ വേണ്ടി വരുന്നത്. അവരുടെ ടാർഗറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പടലേക്കോട്ടാണല്ലോ കയറുന്നത്. വാഹനങ്ങളുടെ ഗ്ലാസുകളിലെ ഫിലിം പതിപ്പിക്കലിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. മുന്നിലും പിന്നിലുമുള്ള ഗ്ലാസുകളിൽ 70% കുറയാത്ത സുതാര്യതയുള്ള ഫിലിം പതിപ്പിച്ച സുരക്ഷാ ഗ്ലേസിംഗുകൾ ഉപയോഗിക്കുന്നത് നിയമപരമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത്തരത്തിൽ ഫിലിം പതിപ്പിച്ച് സുരക്ഷാ ഗ്ലേസിംഗ് ഉപയോഗിച്ചത് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. തന്റെ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് പിഴ ചുമത്തിയതിനെതിരെ കൊച്ചി സ്വദേശിയും സൺഫിലിം നിർമ്മാണ കമ്പനിയുടെ കേരള വിഭാഗവും സമർപ്പിച്ച ഹർജികളിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. 2021 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ട ഭേദഗതി അടിസ്ഥാനമാക്കിയാണ് വാഹനങ്ങളുടെ ഗ്ലാസുകളിൽ ഫിലിം പതിപ്പിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഭേദഗതി പ്രകാരം മോട്ടോർ വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സുരക്ഷാ ഗ്ലാസുകൾക്ക് പകരം സുരക്ഷാ ഗ്ലേസിംഗ് ഉപയോഗിക്കുന്നതിന് അനുവാദം നൽകുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ 2019 മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായുള്ള സുരക്ഷാ ഗ്ലേസിംഗ് ആണ് അനുവദനീയമായിട്ടുള്ളത്. ഇതുപ്രകാരം ഗ്ലാസിന്റെ ഉൾപ്രതലത്തിൽ പ്ലാസ്റ്റിക് ഫിലിം പതിപ്പിച്ചിട്ടുള്ളതിനെ സുരക്ഷാ ഗ്ലേസിംഗിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതനുസരിച്ച് മുന്നിലും പിന്നിലും 70% കുറയാത്ത സുതാര്യത ഉറപ്പുവരുത്തിയിട്ടുള്ള സുരക്ഷാ ഗ്ലേസിംഗുകൾ ഉപയോഗിക്കാം. വശങ്ങളിലെ ഗ്ലാസുകളിൽ 50% കുറയാത്ത സുതാര്യത ഉറപ്പുവരുത്തണം. ഇക്കാര്യം നിയമപരമായി അനുവദനീയമാണെന്നാണ് ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കിയത്. വിഷയത്തിൽ നിലവിലുള്ള സുപ്രീം കോടതി വിധികൾ ചട്ടങ്ങളുടെ ഭേദഗതിക്ക് മുൻപുള്ളതാണെന്നും അന്ന് സുരക്ഷാ ഗ്ലാസ് മാത്രമാണ് അനുവദനീയമായിരുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ഗ്ലാസും ഫിലിമും ചേർന്ന സുരക്ഷാ ഗ്ലേസിംഗ് വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിന് വാഹന നിർമ്മാതാവിന് മാത്രമേ അനുവാദമുള്ളൂ എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ ചട്ടം 100ന്റെ അടിസ്ഥാനത്തിൽ ഈ വാദം കോടതി നിരാകരിച്ചു. ചട്ടങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ള സുതാര്യത ഉറപ്പുവരുത്തുന്ന ഗ്ലേസിംഗ് ഘടിപ്പിക്കാൻ ഉടമയ്ക്ക് അനുവാദമുണ്ടെന്നും കോടതി പറഞ്ഞു. തുടർന്ന് സുരക്ഷാ ഗ്ലേസിംഗ് ഘടിപ്പിച്ചതിന് ഹർജിക്കാരന് പിഴയിട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, അപ്പോൾ ഇത്രയും നാൾ ഇതിനു വേണ്ടിയിട്ട് ഫൈൻ അടച്ച പൈസയൊക്കെ ഇവർ റീഫണ്ട് ചെയ്ത് തരുമോ? ഫൈൻ മാത്രമല്ലല്ലോ, നമ്മളുടെ എല്ലാവരുടെയും വണ്ടികളിൽ ഫിലിമും ഉണ്ടായിരുന്നു. ഈ ഫിലിമെല്ലാം ഇത് പറിച്ച് കളഞ്ഞതാണ് നമ്മളെല്ലാവരും. ഇങ്ങനെയൊരു ചെക്കിങ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നഷ്ടപരിഹാരം നമുക്ക് കിട്ടുമോ? നമുക്കറിയാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു ഫിലിം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ പോയാൽ അതിന് എന്തോരം എക്സ്പെൻസ് ആകുമെന്ന്. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് ഒരു പ്രാവശ്യം നഷ്ടം സംഭവിച്ചതാണ്. നാളെ ഇനിയും ഈ വിധി വന്ന് നമ്മളിതെല്ലാവരും ഒട്ടിച്ച് കഴിയുമ്പം കുറച്ച് നാൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ പോലീസുകാർ, നമ്മുടെ MVDകൾ തന്നെ പുതിയ എന്തെങ്കിലും അതിനകത്തെ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് അതുമായിട്ട് വരും ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴൊന്നും പറയത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോഴേ MVDയോ പോലീസോ ഒന്ന് വ്യക്തമാക്കുമായിരുന്നെങ്കിൽ
സാധാരണക്കാർക്ക് അതൊരു വലിയ ഉപകാരമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.